നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ ഒരു മാസം നമ്മൾ അനുഷ്ഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നൽകുന്നത് ഒരു വർഷത്തെ ഫലമാണ്. അതായത് അടുത്ത കർക്കിടക മാസം വരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ, എല്ലാ തരത്തിലുള്ള ഗുണഫലങ്ങളും ലഭിക്കാനായിട്ട് ഈ ഒരു മാസം നമ്മൾ പല കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിൽ പല ആൾക്കാരും ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വഴിപാടാണ് പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. പുഷ്പാഞ്ജലി വഴിപാടിന് വലിയ പ്രാധാന്യമുണ്ട്. വലിയ ഫലങ്ങൾ നൽകുന്ന ഒരു വഴിപാടാണ് പുഷ്പാഞ്ജലി. നമ്മുടെ ജീവിതം രക്ഷപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബം രക്ഷപ്പെടാനും പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് വഴി സാധിക്കും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അല്ലെ? എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമെന്നും എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവാനായിട്ട് ഈ ഒരു കർക്കിടക മാസത്തില് നമ്മൾ നടത്തേണ്ട ഒരു പുഷ്പാഞ്ജലി വഴിപാടിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു കർക്കിടക മാസത്തില് ഞാൻ ഈ പറയുന്നത് പോലെ ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്കതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദുഃഖ ദുരിതങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. അപ്പോൾ എന്ത് പുഷ്പാഞ്ജലിയാണ് നിങ്ങൾ നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുഷ്പാഞ്ജലി എന്ന് കേൾക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും അതൊരു ചെറിയ വഴിപാടായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഇതിന്റെ ഗുണഫലങ്ങൾ എത്രമാത്രം വലുതാണ് എന്നതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുഷ്പാഞ്ജലിയുടെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പലരും ക്ഷേത്രങ്ങളിൽ പോയി പല വഴിപാടുകളും നടത്തുന്നത് അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല. അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന വഴിപാടിൽ നമുക്ക് നടത്താൻ സാധിക്കുന്ന ഒരു വഴിപാട് എന്നുള്ള നിലയ്ക്കായിരിക്കും ഒട്ടുമിക്ക ആളുകളും പുഷ്പാഞ്ജലി നടത്തുന്നത്. നമ്മൾ ഏതൊരു വഴിപാട് നടത്തുമ്പോഴും അതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് നമ്മളത് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് പുഷ്പാഞ്ജലി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടമൂർത്തിക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന എന്നിതിനെ കണക്കാക്കാം. പുഷ്പാഞ്ജലി പലതരത്തിലുണ്ട്. ഓരോ ദേവീദേവന്മാർക്കും വ്യത്യസ്ത പുഷ്പാഞ്ജലികളാണ് പ്രിയപ്പെട്ടത്. വെറും പേരിൽ മാത്രമല്ല പുഷ്പാഞ്ജലിയുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏത് പുഷ്പാഞ്ജലി ആയാലും ഒന്ന് തന്നെയാണ്, ആ പേരിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. പുഷ്പാഞ്ജലി മാറുന്ന സമയത്ത് പുഷ്പാഞ്ജലിയുടെ പേര് മാറുന്നതോടൊപ്പം തന്നെ ഇതിനനുസരിച്ച് പൂജ ചെയ്യുന്ന പൂജാ രീതികളിലും അതിനെടുക്കുന്ന മന്ത്രങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. മാത്രവുമല്ല ഈ പറയുന്നതിനനുസരിച്ച് പുഷ്പാഞ്ജലിയുടെ ഫലങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ സംഭവിക്കുന്നത് കേവലം പൂക്കൾ സമർപ്പിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ മനസ്സിലെ എല്ലാ ആസുരിക വാസനകളെയും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയും പകരം ദൈവികമായ അനുഗ്രഹം നേടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നതിലൂടെ സംഭവിക്കുന്നത്. അതിന്റെ ഫലമായി സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ ലബ്ധിയും സന്താന സൗഭാഗ്യവും, വിവാഹ തടസ്സം നേരിടുന്നവരാണെങ്കിൽ ആ തടസ്സങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങി പല ഉദ്ദിഷ്ട കാര്യങ്ങളും പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ സാധ്യമായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് പ്രകാരം ഈ കർക്കിടക മാസത്തിൽ ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം വന്നു ചേരും എന്നുള്ളതാണ്. കർക്കിടകം പൊതുവെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു മാസമായിട്ടാണ് കാണുന്നത്, അല്ലേ? കാലാവസ്ഥാ മാറ്റങ്ങളും മഴയും ഒക്കെ കാരണം അസുഖങ്ങൾ കൂടി വരികയും തൽഫലമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തുടങ്ങി പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും പ്രാധാന്യം നൽകി കഴിഞ്ഞാൽ
ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദക്ഷിണായന കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ദേവന്മാർക്ക് ഉത്തരായനം പ്രാധാന്യമെങ്കിൽ പിതൃക്കൾക്ക് ദക്ഷിണായനം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മനസ്സിന്റെ കാരകനായ ചന്ദ്രന് മൗഢ്യം സംഭവിക്കുന്നു. അതിനാൽ തന്നെ മനോബലം കുറയുകയും അകാരണമായ ഭയം, ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം തന്നെ വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുക, മാത്രമല്ല ആത്മവിശ്വാസം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വന്നു ചേരുന്ന ഭാഗ്യങ്ങളായാലും സുവർണാവസരങ്ങളായാലും അത് വേണ്ട വിധം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വരുന്ന അവസ്ഥ, ഇതൊക്കെയും തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ടാണ് ഈ മാസം രാമായണം പാരായണം ചെയ്യണമെന്നും ക്ഷേത്ര ദർശനം നടത്തണമെന്നും നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് പുഷ്പാഞ്ജലി വഴിപാടുകൾ സമർപ്പിക്കണമെന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഏറ്റവും അധികം ശക്തി കൂടുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയത്തെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുഷ്പാഞ്ജലി വഴിപാട് നടത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാൻ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ കുടുംബരക്ഷയ്ക്കായി ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശിവക്ഷേത്രത്തിലാണ് നിങ്ങൾ ഈ പുഷ്പാഞ്ജലി നടത്തേണ്ടത്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സകല ദോഷങ്ങളും മാറാനായി കർക്കിടക മാസത്തിൽ നടത്തേണ്ട ഏറ്റവും ശക്തിയുള്ള ശിവപുഷ്പാഞ്ജലികളാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ബില്വപത്ര പുഷ്പാഞ്ജലിയും. ഈ രണ്ട് പുഷ്പാഞ്ജലികളിൽ ഏതെങ്കിലും ഒന്ന് ഭക്തിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടത്തിയാൽ ഇത് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗുണഫലങ്ങൾ സമ്മാനിക്കും. രോഗദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുകയും കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന സ്വരച്ചേർച്ചയില്ലായ്മ ഒഴിവാക്കാനുമൊക്കെ ഈ പുഷ്പാഞ്ജലികൾ നടത്തുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആയുരാരോഗ്യ സൗഖ്യവും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും സമ്പൽ സമൃദ്ധിയും ഇഷ്ടകാര്യലബ്ധിയും എന്നിവയെല്ലാം ഈ പുഷ്പാഞ്ജലിയുടെ ഫലങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളൊരു വിഷ്ണു ഭക്തയാണെങ്കിൽ അല്ലെങ്കിൽ വിഷ്ണു ഭക്തനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പുഷ്പാഞ്ജലിയെ കുറിച്ചൊന്ന് പറയാം. ഈ പുഷ്പാഞ്ജലി നിങ്ങൾ വ്യാഴാഴ്ചയാണ് നടത്തേണ്ടത് എന്ന് കരുതി മറ്റു ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നല്ല, മറിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിനം വിഷ്ണു ഭഗവാന് പ്രധാനപ്പെട്ട ദിനമായ വ്യാഴാഴ്ചയാണ് എന്നുള്ളതാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കുമാണ് സമർപ്പിക്കേണ്ടത്. ഏതൊരാഗ്രഹവും നേടിയെടുക്കാൻ ഈ വഴിപാട് നടത്തിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സം മാറാനും സന്താന ലബ്ധിക്കും ഏറെ ഉത്തമമാണ് ഈ ഒരു വഴിപാട് നടത്തുന്നത്. നിങ്ങൾക്ക് ഏതാണോ നടത്താൻ ഏറ്റവും സൗകര്യപ്രദമാകുന്നത്, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നത് അത് തിരഞ്ഞെടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഒന്നുകിൽ ശിവക്ഷേത്രത്തില് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തില് ഈ പറഞ്ഞ രീതിയിലുള്ള പൂജകൾ നടത്താനായിട്ട്, പുഷ്പാഞ്ജലി നടത്താനായിട്ട് ശ്രമിക്കുക. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഫലങ്ങളാണ് ഇത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് അത്രമേൽ വിശ്വാസത്തോടെ, അത്രമേൽ പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്താനായിട്ട്. ഇനി ഈ വഴിപാടുകൾ നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും വഴിപാട് കൗണ്ടറിൽ നിന്ന് വഴിപാട് ഷീട്ടാക്കുന്നു, അത് കൊണ്ടുപോയി ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം മടങ്ങിപ്പോകുന്ന ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. എന്നാൽ നമ്മൾ ഏതൊരു വഴിപാട് നടത്തുന്ന സമയത്തും ആ വഴിപാട് നടത്തുന്ന ആ ഒരു ശ്രീകോവിലില് നമുക്കായി നടത്തുന്ന പൂജ നടക്കുമ്പോൾ നമ്മൾ പുറത്തു നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ പൈസ കൊടുത്തു, അത് ഷീട്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ശ്രീകോവിലില് നമുക്കായിട്ട് നടത്തുന്ന ആ ഒരു പുഷ്പാഞ്ജലിയുടെ പൂജകൾ നടത്തുന്ന സമയത്ത്, മന്ത്രോച്ചാരണം നടത്തുന്ന സമയത്ത് പുറത്തിരുന്നു കൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ആഗ്രഹം ഭഗവാനെ അറിയിക്കണം. നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം കാട്ടിത്തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്നിരുന്നാൽ മാത്രമേ അതിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.